പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതനും സർവശക്തനും സർവാധിപനുമായ പൊന്നു തമ്പുരാനെ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആത്മീയ ഭോജ്യമായ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവേ, ഈ വചനത്തിൻ്റെ വാഗ്ദാനം, ഈ വചനത്തിൻ്റെ പൂർത്തീകരണം ഇന്ന് ഈ നിമിഷം ഈ കൂട്ടായ്മയിൽ ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ബലം തരുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ മോശെ എന്ന ചെറുപ്പക്കാരനെ അവിടെ നിന്ന് വിളിച്ചിട്ട് അരുളി ചെയ്തു, നീ ഫറവോയോട് ചെന്ന് പറയുക, ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ അവിടുന്ന് അവരെ വിട്ടയക്കുക. ഈശോയെ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് അവിടത്തേക്ക് ആരാധന അർപ്പിക്കുക എന്നത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ജീവിതത്തെ തന്നതിന്, ഈ ജീവൻ തന്നതിന് പൊന്നുതമ്പുരാനെ പ്രതിഫലമായി അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പാ, ആരാധന അങ്ങേക്ക് യോഗ്യമാകുന്നു. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുനാമത്തിന് എന്നും ആരാധന അർപ്പിക്കുവാൻ അവിടുത്തെ മക്കൾ എന്നും ആരാധനയോടുകൂടി അപ്പൻ്റെ മുന്നിൽ ആയിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവനെ ആരാധിക്കുക. മുട്ടുകൾ മടക്കി അവനെ ആരാധിക്കാം. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നപ്പോൾ അവർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ചു. വീണ്ടും പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. ഞാൻ നിനക്ക് ദീർഘായുസ് തരും. കർത്താവേ, ഈ വചനത്തിന്റെ അഭിഷേകം ഇന്ന് ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. കർത്താവിനെ ആരാധിക്കുമ്പോൾ രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തുടച്ചു മാറ്റുവാൻ തമ്പുരാന് കഴിയും. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തകർച്ചകളെ എടുത്തു മാറ്റുവാൻ തമ്പുരാന് കഴിയും. പട്ടുപോയ തലമുറയെ മുളപ്പിക്കുവാൻ തമ്പുരാന് കഴിയും. അവിടുന്ന് ആഗ്രഹിക്കുന്നത് നീ എന്നെ ആരാധിക്കുക. നിനക്ക് ആയുസ് തരുവാൻ എനിക്ക് സാധിക്കും. നിന്റെ നിർജീവമായ അവസ്ഥയിലേക്ക് കടന്നു വന്ന് നിനക്ക് പുത്തൻ അഭിഷേകം തന്ന് പുതുജീവൻ തരുവാൻ എനിക്ക് സാധിക്കും. പകരമായി നീ ചെയ്യേണ്ടത് ഇന്ന് ഈ നിമിഷം നീ എന്നെ ആരാധിക്കുക. അവിടുത്തെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. കാരാഗ്രഹത്തിലായിരുന്ന പൗലോസും ശീലാസും ആരുടെ നാമം ഉച്ചരിച്ചതിന്, ആരുടെ നാമം പ്രഘോഷിച്ചതിന്, ഇന്നലെ വരെ ആരുടെ നാമം ഉയർത്തിക്കാട്ടിയതിന് അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടുവോ, ആ നാമത്തിൽ ഉച്ചത്തിൽ കീർത്തനം ആലപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായി, തടവറ കുലുങ്ങി, വാതിലുകൾ തുറക്കപ്പെട്ടു. അവരുടെ കാലുകളിൽ അണിഞ്ഞിരുന്ന ചങ്ങലകൾ അഴിയപ്പെട്ടു. കർത്താവേ, ഇന്ന നിമിഷം നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക്, പിശാച് കെട്ടിയിട്ട അവസ്ഥകളിലേക്ക്, അടിമച്ചങ്ങലകൾ അഴിഞ്ഞു പോകുവാൻ ഇന്ന് ഈ നിമിഷം തമ്പുരാൻ ഇറങ്ങി വന്ന സമയമാണ്. ജീവിതത്തിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. പകരം നീ പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയമക്കളെ, ഈ നിമിഷം അവന്റെ മുന്നിലായിരുന്നു കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. കുടുംബത്തിൽ നിന്ന് കെട്ടുകൾ, ബന്ധനങ്ങൾ പൂർണ്ണമായും അഴിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷം, കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ പൂർണ്ണമായും മാറ്റപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നീ ഒന്ന് വിട്ടു തരിക. നീ പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആരാധിക്കുക.
പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷം ഈ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ഈ ഇടവകയുടെ ഈ കുടുംബങ്ങളുടെ പൂർണ്ണമായ വിടുതലിന് വേണ്ടി, ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ എന്നെ ആരാധിക്കുക എന്ന് അരുളി ചെയ്ത പൊന്നു തമ്പുരാൻ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ആരാധന 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 ആരാധന